ഹലോ, ഇന്ന് വന്നിട്ടുള്ളത് ഇതുപോലെയുള്ള ഓപ്പൺ ഷെൽഫൊക്കെ എങ്ങനെ നമുക്ക് ഓർഗനൈസ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഏരിയയൊക്കെ നമ്മൾ എത്ര നീറ്റാക്കിയിട്ടുണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ മെസ്സി ആവുന്നതായിട്ട് കാണാറുണ്ട്. കാരണം അതിൻ്റെ ഈസി ആക്സസ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള കോമൺ ഏരിയയിൽ ഇങ്ങനെയുള്ളൊരു ഷെൽഫ് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ ഫാമിലി മെമ്പേഴ്സും അത് കോമൺ ആയിട്ട് യൂസ് ചെയ്യാനും അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിനൊരു ചിട്ടയൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ മെസ്സി ആവാനായിട്ടും ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ സ്പേസൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്ലിയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ആവശ്യമില്ലാത്തതൊക്കെ ഒന്ന് ഡീക്ലറ്റർ ചെയ്യാനും കൂടെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ആവശ്യമില്ലാത്ത മെഡിസിൻസ്, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ്, പിന്നെ പേപ്പേഴ്സ്, ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആ ഒരു ടൈമിൽ തന്നെ ക്ലിയർ ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് എളുപ്പമായിരിക്കും. നമ്മൾ ക്ലിയർ ചെയ്ത് എടുത്ത് വയ്ക്കുന്ന ഓരോ ഐറ്റവും എടുത്ത് വയ്ക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ കാറ്റഗറൈസും കൂടെ ചെയ്ത് വെക്കാം. നമുക്കിപ്പോൾ മെഡിസിൻസ്, ഡോക്യുമെൻറ്റ്സ്, ടോയ്സ്, ടൂൾസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അപ്പോൾ തന്നെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളതെടുത്ത് റീപ്ലേസ് ചെയ്യുമ്പോൾ അത്രയും ടൈം നമുക്ക് സേവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചെയ്യേണ്ടത് ഓരോ ഐറ്റത്തിനും ഡെഡിക്കേറ്റഡ് സ്പേസ് കൊടുക്കാനുള്ള ഒരു പ്ലാനിങ് ആണ്. ഈ ഒരു ടൈമിലാണ് നമ്മൾ എന്ത് എവിടെ വെക്കണം എന്നുള്ളൊരു പ്ലാൻ ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഓർഗനൈസേഴ്സാണ്. ഓരോ ഐറ്റത്തിനും സെപ്പറേറ്റ് ഓർഗനൈസേഴ്സ് ഉണ്ടെങ്കിൽ അത് ക്ലട്ടർ ഫ്രീ ആയിട്ട് എപ്പോഴും കിടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് ഞാൻ DIY ചെയ്തിട്ടുള്ള ഒരു ടൂൾ ഓർഗനൈസറാണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ടോയ് ഓർഗനൈസേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സെയിം മെത്തേഡിലാണ് ഈ ഒരു ഓർഗനൈസറും ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി റീപ്ലേസ് ഫംഗ്ഷനിൽ ഓരോ ഐറ്റവും നീഡിനനുസരിച്ച് ഈസി ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം നമ്മൾ റീപ്ലേസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഷെൽഫിൻ്റെ ഏറ്റവും താഴെ വെച്ച് കൊടുത്തിട്ടുള്ളത് ടൂൾ ബോക്സ്, പിന്നെ അത് കഴിഞ്ഞിട്ട് വെച്ചിട്ടുള്ളതാണ് നമ്മുടെ ടോയ് ബോക്സ്. ഇനി ഇതുപോലെയുള്ള ബാസ്ക്കറ്റൊക്കെ നമുക്ക് ചെറിയ ബോട്ടിൽസൊക്കെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ബാസ്ക്കറ്റിൽ മെഡിസിൻസാണ് ഓർഗനൈസ് ചെയ്യുന്നത്. ഇനി ബാക്കി മെഡിസിൻസൊക്കെ ഞാൻ ഈ ഒരു ക്ലോസ്ഡ് ബോക്സിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഡെയിലി യൂസിന് വരുന്ന കുറച്ച് മെഡിസിൻസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു ഓപ്പൺ ബാസ്ക്കറ്റിൽ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെയിലി ആക്സസ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി ഈ ഒരു ഹാൻഡിൽ ബാസ്ക്കറ്റാണ് ഞാനിവിടെ പൗഡർ, ഓയിൽ, പിന്നെ അതുപോലെ എക്സ്ട്രാ വരുന്ന ഷാംപൂ ബോട്ടിൽസൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ റിലേറ്റഡ് ഐറ്റംസൊക്കെ അടുത്ത് തന്നെ സ്റ്റോർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ സൈഡിലായിട്ട് ഞാൻ 2 ബാസ്ക്കറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഹെയർ ആക്സസറീസും പിന്നെ ചീർപ്പും കാര്യങ്ങളൊക്കെയാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ പെർഫ്യൂംസും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബാസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിതിലേക്ക് പെർഫ്യൂം ബോട്ടിൽസും അതുപോലെയുള്ള ചെറിയ ബോട്ടിൽസൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ബോട്ടിൽസൊക്കെ ഡയറക്റ്റ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതപ്പം തന്നെ മെസ്സപ്പ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു കണ്ടെയ്നറിലിട്ടിട്ട് വേണം ബാസ്ക്കറ്റിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. ഇനി ഞാനിതിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നത് ടൈലറിങ്ങിന് ആവശ്യമായിട്ടുള്ള ആക്സസറീസാണ്. ഈ ഒരു ബാസ്ക്കറ്റ് മാത്രമാണ് നമ്മളിവിടെ വന്നിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ ഞാൻ 9 years ആയിട്ട് യൂസ് ചെയ്യുന്ന ബാസ്ക്കറ്റ് തന്നെയാണ്. അപ്പോൾ നല്ല ഗുഡ് ക്വാളിറ്റി ബാസ്ക്കറ്റാണ്. നമുക്ക് തിങ്സും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാനായിട്ട് നല്ല ഹെൽപ്ഫുള്ളാണ്. ഇനി നെക്സ്റ്റ് റാക്കിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വലിയ ബാസ്ക്കറ്റാണ്. അതിൽ ഞാൻ ഓർഗനൈസ് ചെയ്യുന്നത് നമ്മുടെ പവർ ബാങ്ക്, ലാപ്ടോപ്പ് അഡാപ്റ്റർ, പിന്നെ നമ്മുടെ മൊബൈൽ ചാർജസ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ്. ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്യുമ്പോൾ ഇതിൻ്റെയൊക്കെ വയേഴ്സ് നമ്മൾ ബൈൻഡിങ് വയർ വെച്ചിട്ടോ അല്ലെങ്കിൽ റബ്ബർ ബാൻഡൊക്കെ വെച്ചിട്ട് ടൈപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എടുത്ത് യൂസ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. ഇത് വയേഴ്സ് തമ്മിൽ മെസ്സപ്പ് ആവാണ്ടിരിക്കാനും അത് ഹെൽപ്പ് ചെയ്യും. ഇനി ഈ ഒരു ബാസ്ക്കറ്റിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത് സ്റ്റീമറും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത് ഡെയിലി യൂസിൽ വരാത്തത് കൊണ്ട് തന്നെ ഞാൻ വേറൊരു ബാസ്ക്കറ്റിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു ബാസ്ക്കറ്റിൽ നമ്മൾ വാച്ചസ് ആണ് ഓർഗനൈസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ ചാർജറും കൂടെ എടുത്ത് വയ്ക്കുന്നുണ്ട്.
പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഈ ഒരു കാർഡ്ബോർഡ് ബോക്സാണ്. നല്ലൊരു ഹാൻഡിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളൊരു ബോക്സ് തന്നെയാണിത്. അപ്പോൾ ഞാനിതിൻ്റെ ടോപ്പ് പോർഷൻ മാത്രമായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ആ ഒരു ബോക്സിൻ്റെ ഓപ്പൺ സൈഡ്സൊക്കെ സെല്ലോ ടേപ്പ് വെച്ച് ഒന്ന് സെക്യൂർ ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയൊരു നീറ്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ബാസ്ക്കറ്റ് ഓർഗനൈസറായിട്ടാണ് ഞാൻ ഈ ഒരു കാർഡ്ബോർഡ് ബോക്സ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് മെറ്റീരിയൽസൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഡെഡിക്കേറ്റഡ് ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നമ്മുടെ മേലത്തെ റാക്കിലാണ് ഓർഗനൈസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു റാക്കിൽ നമുക്ക് 2 ഓർഗനൈസേഴ്സിൻ്റെയും കൂടെ ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു കാർഡ്ബോർഡ് ബോക്സാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാർഡ്ബോർഡ് ബോക്സ് ഞാനിവിടെ 2 ഈക്വൽ പാർട്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കട്ട് ചെയ്ത പാർട്ടൊക്കെ നമ്മൾ നേരത്തെ ചെയ്തെടുത്ത പോലെ തന്നെ പേപ്പർ വെച്ചിട്ട് നീറ്റായിട്ടൊന്ന് കവർ ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ 2 ബാസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബാസ്ക്കറ്റിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് നമുക്ക് എക്സ്ട്രാ എടുത്ത് വയ്ക്കുന്ന ടിഷ്യൂസ്, ബ്രഷ്, പിന്നെ അതുപോലെ തന്നെ സ്റ്റീമർ, ഹോട്ട് ബാഗ്, അതുപോലെയുള്ള റിലേറ്റഡ് ഐറ്റംസാണ്. അപ്പോൾ അതൊക്കെ ഈ ഒരു ബാസ്ക്കറ്റിൽ എടുത്ത് വയ്ക്കുന്നുണ്ട്. നെക്സ്റ്റ് ബാസ്ക്കറ്റ് യൂസ് ചെയ്യുന്നത് റാൻഡം സ്റ്റഫ് സ്റ്റോറേജിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഓരോ ഐറ്റവും സെഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ഓപ്പൺ ഷെൽഫിന് ആവശ്യമായിട്ടുള്ള ഓർഗനൈസേഴ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഗ്രീനറി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പ്ലാന്റ്സും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെയുള്ള ഷെൽഫൊക്കെ പെട്ടെന്ന് മെസ്സപ്പ് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ എംറ്റി ആയിട്ടുള്ള ബാസ്ക്കറ്റും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഓപ്പൺ ഷെൽഫ് ഓർഗനൈസേഷൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.